ഹായ്, റോബിൻ കീറ്റേ. ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെയായിരിക്കണം? ഇൻഫ്ലുവൻസറായി തന്നെ ഇരിക്കണം. എങ്ങനെ ഇൻഫ്ലുവൻസർ ആകണം? നമുക്ക് നേരിടുന്ന ഒരു അനീതിയെ നമ്മൾ എതിർക്കുന്ന ആ ഒരു ടൈം നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജാണ്. ഇപ്പം എനിക്കെതിരെ ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം തെറിവിളികൾ, ഇല്ലാവചനങ്ങൾ, പൊല്ലാവചനങ്ങൾ, ഞാൻ എങ്ങനെ ആക്ട് ചെയ്തു? ഐ ജസ്റ്റ് ഗോ ഫോർ പോലീസിലേക്ക് പോയി നിയമത്തിൻ്റെ പാത പിന്തുടർന്നു. പോലീസ് സപ്പോർട്ട് ചെയ്ത് യാവണം അവന്മാരെ കിടിഞ്ഞ് കിണിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, ഇതേ ഒരു അവസ്ഥ, ഇതിനേക്കാൾ വൾഗറായ അവസ്ഥയിലൂടെ പാസ്സായ ഒരാളാണ് ഡോക്ടർ റോബിൻ. ഞാൻ പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വീഡിയോ ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട്. റോബിനെ, ഈ ചെയ്യുന്നത് ശരിയല്ല, നിൻ്റെ അമ്മയല്ലേ ഈ പറയുന്നത്, എതിർക്കണം, പ്രതികരിക്കണം എന്നൊക്കെ പറയുന്നു. ചെറിയൊരു മുഷിവും എനിക്കുണ്ടായിരുന്നു. കാരണം അലറാനും ബഹളം വയ്ക്കാനും ഒക്കെ അറിയുന്ന നിനക്ക് എന്തുകൊണ്ട് ആപ്റ്റായിട്ട് ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നത് കഷ്ടമാണെന്ന് തോന്നി. നമ്മൾ സമൂഹത്തിൽ കുറേ അധികം ആൾക്കാരെ കാണുന്നുണ്ട്. ക്രിമിനലുകൾ അധികമുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടേത്, അല്ലാന്നൊന്നും തർക്കിക്കേണ്ട. പക്ഷേ ആ ക്രിമിനലുകൾക്ക് കുറച്ചുകൂടെ ആയുധം കയ്യിൽ കൊടുക്കുന്ന രീതിയാണ് ഈ യൂട്യൂബ് എന്ന സാധനം. ഇത് കയ്യിൽ കിട്ടുമ്പോൾ അവന്മാർ കാണിക്കുന്ന തോന്നിവാസത്തിന് മൂക്ക് കയറിടാനാണ് ഇവിടെ സൈബർ സെല്ലുകളുള്ളത്. ആ സൈബർ സെല്ലിലേക്ക് യഥാർത്ഥ ബോധത്തോടു കൂടി ഇൻഫർമേഷൻ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര കൊടുത്താലും അതൊക്കെ കല്ലി വല്ലി എന്നുള്ള രീതി എടുത്തു കളയുമ്പോൾ നാളെ അത് എടുത്തു കളഞ്ഞവന്മാരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയും ഉമ്മരെടുത്ത് വെച്ച് അറുമാദിക്കും. സോ ഇത്തരത്തിൽ ടോക്സിക്കായ രീതിയിൽ മറ്റ് ആണുങ്ങളെയായാലും പെണ്ണുങ്ങളെ എടുത്ത് വെച്ച് അറുമാദിക്കുക, അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നു. റോബിൻ്റെ കാര്യത്തിൽ റോബിൻ സക്സീഡ് ചെയ്തു. നമ്മുടെ വളിരാജിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അയ്യോ, വിജിരാജ്, ഓനെ പോലീസ് പൊക്കി. സത്യത്തിൽ ഒരാളെ പോലീസ് നോക്കുമ്പോൾ സന്തോഷിക്കുമെന്ന് വെച്ചാൽ ഐ ആം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ നേരിട്ട് അവിടെ പോയിരുന്നു, എൻ്റെ മകനെയും കൊണ്ടു. അപ്പോൾ എൻ്റെ മകൻ വീട് കയറി അടിക്കാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ആ പരട്ട തള്ള കൊണ്ടുപോയി കേസ് കൊടുത്തു. കേസൊന്നും അവരെടുത്തില്ല എന്നുള്ളത് വസ്തുത. കാരണം പോകുന്നതിന് മുമ്പ് ഞാൻ അഞ്ചൽ പോലീസിൽ ചെന്ന് കാര്യം പറഞ്ഞിരുന്നു. ഞാൻ അവിടെ പോകുന്നുണ്ട്, എനിക്ക് ഇത്ര പ്രോബ്ലം ഉണ്ട്, ഞാൻ കേസ് തന്നിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്യുന്നില്ല, ബട്ട് അവരെ വിളിച്ച് വാണിയെങ്കിലും ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഇവിടെ വിളിച്ച് വരുത്തുകയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഇത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന കേസ് ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്നാലേ നമുക്ക് ഇവിടുന്ന് ആക്ഷൻ എടുക്കാൻ പറ്റൂ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കോട്ടയത്ത് കൊടുത്തിരിക്കുന്ന കേസ് ട്രാൻസ്ഫറായി വന്നാൽ പിന്നെ പറ്റുള്ളൂ. അങ്ങനെ കുറേ എക്സ്ക്യൂസാണ് പോലീസ് അന്ന് പറഞ്ഞത്. ഞാൻ അന്ന് അവിടെ കിടന്ന് കുറേ പട്ടിഷോയൊക്കെ കാണിച്ചു, പോലീസിനെയൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് നേരെ അങ്ങോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവർക്കറിയാം ഏത് മാനസികാവസ്ഥയിലാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് ആദ്യം ഞാൻ അവരുടെ വീട്ടിലേക്ക് കയറിയില്ല, പകരം നാട്ടുകാരെ വിളിച്ചു കൂട്ടി. അവിടെ കുറേ പെൺകുട്ടി കുടുംബശ്രീയിൽ പെണ്ണുങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ വേറെ എന്തൊക്കെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. വയലിൻ്റെ കരയിലാണ് അവൻ്റെ വീട്. അവരെയൊക്കെ വിളിച്ചു കൂട്ടി. അവരെല്ലാവരും കൂടെ വന്നിരുന്നു. അതിനു മുമ്പ് ഓട്ടോറിക്ഷ ചേട്ടന്മാരുടെ അടുത്ത് ഞാനൊരു ഇൻഫർമേഷൻ കൊടുത്തു. അവരും പറഞ്ഞു, നിങ്ങളിത് ഇൻഫോം ചെയ്താൽ മാത്രം മതി, ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുമായിരുന്നു പെങ്ങളെ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അത്രയിടം വരെ എന്നെ ഒന്ന് കൊണ്ടുവിടുമോ, എനിക്ക് വഴി അറിയത്തില്ലെന്ന് പറഞ്ഞു. അവരാണ് എന്നെ സഹായിച്ച് ഞാൻ അവിടെ എത്തിയത്. ഈ അമ്മയോട് ആദ്യം മനപ്പം അമ്മ പറയുന്നത്, നീ തെറി വിളിച്ചിട്ടില്ലേ? എൻ്റെ മോൻ തെറി വിളിച്ചിരുന്നു. ഇവരെ മോനെ ഞാൻ തെറി വിളിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതില്ല. അപ്പോൾ അവിടെ നിന്ന് പെണ്ണുങ്ങൾ ചൂടായി. ആ കൊച്ചു തെറി വിളിച്ചാൽ പോലും നിങ്ങളുടെ മകൻ അത് ചെയ്ത് ശരിയാണെന്ന് പറയണത് ശരിയല്ല ചേച്ചി, അത് വലിയ പണി കിട്ടുന്ന പരിപാടിയാണ്, നിങ്ങൾ എന്തുവായി പറയുന്നത്, വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആളുകൾ തിരിച്ചറിവായി, ചേട്ടാ പണി പാളി, നാട്ടുകാർ തിരിഞ്ഞല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ അവനെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, എവിടെയും അവനെതിരെ ഞാൻ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല, അവൻ്റെ ഫോട്ടോയോ അവൻ്റെ പേരോ ഞാൻ വെച്ചിട്ടില്ല. ഇവൻ നിരന്തരം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്നെ പടക്കമെന്നോ അതെന്നോ ഇതെന്നോ ഒക്കെ പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞ ഒരു 100 സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയുള്ളവന്മാരെ എന്തോ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അന്ന് അമ്മ പറഞ്ഞത്, അത് ഇറ്റ്സ് ഓക്കെ, അത് ഞാൻ പറഞ്ഞ് വിലക്കാം. ശരി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, പറഞ്ഞ് വിലക്കുക, ഇനി മേൽക്കൊണ്ടത് ചെയ്യരുത്, ശരിയല്ല, ഞാൻ ഇനി ഇത് ചെയ്താൽ ഞാൻ ആ കേസുമായിട്ട് മുൻപോട്ട് പോയി, ആ കേസുമായിട്ട് മുൻപോട്ട് പോകണ്ട, ഞാനത് കോംപ്രമൈസ് ചെയ്യാമെന്നായിരുന്നു പുള്ളിക്കാരത്തിയുടെ വാദം. വളവ് തിരിഞ്ഞില്ല. അമ്മയും മോനും കൂടെ വീണ്ടും ലൈവ് വരിക. ലൈവിനകത്ത് എന്താ പറയണമെന്നറിയാം, എന്നെ അവൻ അടിക്കാൻ വന്നു, എൻ്റെ മകൻ അവരെ തല്ലാൻ ചെന്നു, അവരെ കൊല്ലാൻ ചെന്നു, കുത്താൻ ചെന്നു, വെട്ടാൻ ചെന്നു, അവളിങ്ങനെ വരട്ടെ, അവളെ ഞാൻ മീശ പിടിക്കും, അവളെ ഞാൻ സാധനം പിടിക്കും, എന്തൊക്കെയോ കിടന്ന് ബഹളം വെച്ചു. തിരിച്ച് വണ്ടി അങ്ങോട്ട് ചെന്ന ഉടനെ അവ ഇറങ്ങി ഓടുന്ന എൻ്റെ കണ്ണ് വെട്ടത്ത് ഞാൻ കണ്ട സാധനമാണ്. പിന്നെ ഇവനോട് എന്തോ പറയാൻ. അവിടെ നിന്ന പെണ്ണുങ്ങൾ പറഞ്ഞാൽ, കൊച്ചേ ഇതിൻ്റെ പിറകെ പോകാതെ പോയി കേസ് കൊടുക്കും, കേസാണ് ബെസ്റ്റ് തിങ് എന്ന്. നമ്മളിങ്ങ് വന്നു, ഫോളോ അപ്പിനായിട്ട് വക്കീലിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ മിണ്ടാതെ സൈലൻ്റായി കുത്തിയിരിക്കും. വീണ്ടും പുള്ളി റിപ്പീറ്റഡ്ലി പെണ്ണുങ്ങളെ എടുത്ത് വെച്ച് അമരാവതിക്ക്. അന്ന് ഞാൻ വളരെ വേദനയോടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവൻ പറഞ്ഞത് ഏറ്റുപിടിച്ചുകൊണ്ട് സർവത്ര യൂട്യൂബർമാർ അവന് സപ്പോർട്ടീവായിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തു.
അന്ന് ഞാൻ വെച്ച കുറി എന്താണെന്നറിയാമോ? ഇവർക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും. അന്ന് ഇവർക്ക് ഞാൻ അനുഭവിച്ച പ്രയാസം മനസ്സിലാകും. സൈബർ ബുള്ളിങ് നടത്തിയാൽ ഒരാൾ ഇത് അടച്ചുപൂട്ടി മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. ബുള്ളിങ് ചെയ്തവർക്ക് എതിരെ നിന്ന് സംസാരിച്ച് നമ്മളുടെ ഭാഗത്തുള്ള സത്യത്തെ പുറത്തു കൊണ്ടുവന്ന് കാണിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. ആൻഡ് എന്നെ എങ്ങനെയെല്ലാം ഒതുക്കണമെന്ന് ആരൊക്കെ വിചാരിച്ചോ അവരെല്ലാം അതേ രീതിയിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന ഒരു വമ്പൻ സീനാണ് ഞാൻ കാണുന്നത്. വളരെ സന്തോഷം. കർമ്മ വിൽ സ്ലാപ്പ് ദം ഇൻ എ വെരി ബാഡ് മാനർ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇരുന്ന് ഒരു മൊബൈൽ വെച്ചിട്ട് കൊണയടിക്കുന്നവന്മാർക്കൊക്കെ കിട്ടേണ്ട മരുന്ന് നെറ്റി അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഡോക്ടർ റോബിൻ്റെ ടൈം ലൈനിൽ വന്നതാണ്. ഡോക്ടർ റോബിന് ഇവൻ്റെ ഡീറ്റെയിലും ബാക്കിയുള്ളതൊക്കെ ഞാനാണ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിന്നെ മൈഥിലി ടീച്ചർ വഴി എന്നെ സമീപിച്ചിരുന്നു. ഡീറ്റെയിൽ ഞാനാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഇത്രയൊക്കെ തെറി കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നല്ലോ എന്നുള്ളതിൻ്റെ സോഴ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതൊക്കെ ഞാൻ ചെയ്തതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞത് നിങ്ങളുടെ അല്ല കേട്ടോ, എൻ്റെ വിജയമാണ്. നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നിയല്ലോ, ഷുഡ് ഡൂ ദാറ്റ്. നമ്മൾ സെലിബ്രിറ്റി മോഡലാണ്. അപ്പം നമ്മളെങ്ങനെ 10 പേർക്ക് അങ്ങനെയല്ല. നമ്മളെ ജെന്യുവിനായി ഒരാൾ ക്രിറ്റിസിസം ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. വിമർശനങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ക്രാ എന്ന സൗണ്ട് ഉണ്ടാകും. പക്ഷെ എന്തുവാ ഇത് ക്രാ എന്നല്ലേ ഇവൻ സംസാരിക്കുന്നതിന് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? അതൊരു വിമർശനമാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാം. അതേസമയം അവൻ്റെ അമ്മയ്ക്ക് എവിടെയോ അവൻ്റെ അമ്മയുടെ അവൻ്റെ അമ്മയുടെ അമ്മയല്ലേ പറയണേ? ആ സ്ത്രീ പിക്ചറിലുണ്ടോ? വല്ലതും ഉണ്ടോ? ഒന്നിലും ഇല്ലാത്തൊരു സ്ത്രീ എന്തിനാ പിടിച്ചിടുന്നത്? അല്ലെങ്കിൽ ആ രീതിയിൽ ഡോക്ടർ റോബിൻ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ത്രീകളെ മോശമായി ഒരു കമൻ്റ് ഇട്ടതെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാത്തൊരു പയ്യനെ അവൻ്റെ ഫാൻ ഫെയിമും അവൻ്റെ സപ്പോർട്ടേഴ്സിനെയും കണ്ടതുകൊണ്ട് മാത്രം ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഈ വിജയം. സൂപ്പർ എന്ന് പറയാനേ ഉള്ളൂ. നമുക്ക് അതൊന്ന് കേൾക്കാം. റോബിൻ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോബിൻ്റെ ടൈം ലൈനിൽ കാണാം. ഒരു കാരണവശാലും പറയത്തില്ല, ഇതൊരു ബിസിനസ്സാണ്. അതിൻ്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല. 15,000 രൂപ ഇന്നലെ അത് തന്നു. അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ്. അത്രയുള്ളൂ, ദാറ്റ്സ് ഓൾ. ആരുടെ സാധനമാണ് 26,000? ഇതിപ്പോൾ റോബിനെ പൊട്ടിക്കണോ? പൊടിയുടെ കേസ് പൊട്ടിക്കണോ? നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ്യി, നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും. നാളെ അവൻ്റെ സാധനം തീരും. അത്രേ ഉള്ളൂ. നേരെ വാ നേരെ പോകും. നാളെ അവൻ്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടും. കറുത്ത കാക്ക എന്നൊക്കെ വിളിച്ച് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി നടന്നില്ലേ പളി? അവൻ്റെ വോയിസായത്. അവൻ പൊട്ടിക്കും, എല്ലാവരെയും അങ്ങോട്ട് പൊട്ടിക്കും, എല്ലാവരും തെറി വിളിക്കും. അവൻ്റെ അക്കൗണ്ട് അതിനാണ്. ഞാൻ ആറ്റംബർഗ് 2-3 സ്ട്രൈക്ക് അങ്ങോട്ട് കൊടുത്തു. എൻ്റെ ചാനൽ അങ്ങോട്ട് 8 നിലയിൽ അങ്ങ് ആക്കി വെച്ച് കൊടുത്തു. ആ സ്ട്രൈക്ക് ഓപ്പൺ ചെയ്യാൻ സഹായിച്ചായിരുന്നറിയൽ കബീഷണനാ. സത്യം പറഞ്ഞാൽ ഈ ഒരു അറസ്റ്റ് വേണ്ടത് കബീഷനാണ്. കാരണം അവനാണ് ഈ സർവ്വ ക്രൈമിൻ്റെയും ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, താല്പര്യമുള്ളവർ കേട്ടാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ക്രിമിനൽസ് ആരാണെന്നറിയാമോ? ഇവന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളാണ്. നമ്മൾ പോയി കാഴ്ച കണ്ട് അവന് വ്യൂ കൂട്ടി കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിച്ച് അവൻ പറയുന്ന സർവ്വ നെറികേടും കേട്ട് മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ ചാനൽ പൂട്ടി കളഞ്ഞിട്ട് അവൻ വന്നിരുന്ന് ഞെളിഞ്ഞ് പറഞ്ഞത് കേട്ടാൽ ഞാൻ സാമൂഹ്യ ദുരന്തമാണ്. അവൻ്റെ വീട്ടിലുള്ളവരെ പോലെ ഞാൻ സാമൂഹ്യ ദുരന്തമാണ്. മനസ്സിലായില്ലേ? കാശ് വാങ്ങി ഞാനാണ് പൂട്ടിയതെന്ന് വലിയ സന്തോഷത്തോടു കൂടി വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങളത് കേട്ട് കൈയടിച്ചില്ലേ? ഇന്ന് ഞാൻ ഇന്ന് എന്നെ പറഞ്ഞത് നിങ്ങളെ പറയും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അത് ആപ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ള. ആരൊക്കെ ചിരിച്ചോ ആരൊക്കെ സന്തോഷിച്ചോ അവർക്കൊക്കെ അതുപോലെ തന്നെ കിട്ടട്ടെ. നിയമത്തിൻ്റെ വഴി പോകൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ഉണ്ടാകും. റോബിൻ ഇത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. റോബിൻ ഇത് ചെയ്യാത്തതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞതുകൊണ്ട് റോബിൻ ഇത് ചെയ്തത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. സൂപ്പറായിരുന്നു. പൊളിച്ചു, കിടുക്കി തീർർത്തു. നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തത് നിങ്ങളുടെ അമ്മയെ മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം പാവം പിള്ളേരെയാണ്. അവരെന്തോരം അവഹേളിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? അവരെ എന്തോരം ഇവറ്റകൾ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് അറിയാമോ? എത്ര പെമ്പുള്ളരവന്മാർ വെച്ച് സംസാരിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഏതെല്ലാം രീതിയിൽ മോശമായി എന്തെല്ലാമാണ് ഇവ പറയണത്. ഇവനെ ശരിക്ക് പറഞ്ഞാൽ 2 പൊട്ടിക്കാനുള്ള ഇതാണ് കൊടുക്കേണ്ടിയിരുന്നത്. എനിവേ, നല്ലൊരു തുടക്കം, നല്ലൊരു നീക്കം. ഇനിയും ഇറങ്ങി വരട്ടെ, ഇനിയും കിട്ടട്ടെ, അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരുത്തൻ ജെട്ടി മണപ്പിച്ച് നടക്കുന്നുണ്ട്. അടുത്തത് അവനായിരിക്കണം. ഞാൻ കൊടുത്ത കേസ് ഓൾറെഡി ഉണ്ട്. ഒരാളും കൂടെ ചേർന്ന് പെറ്റീഷൻ കൊടുക്കാമെങ്കിൽ ഈ കേസിന് എല്ലാത്തിനും കൂടെ ഓടിച്ചിട്ട് തൂക്കാം. ആ നാട്ടിലുള്ള അത്യാവശ്യപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവരെയൊക്കെ ഞങ്ങളൊന്ന് മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ
ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് അടുത്ത ഉദ്യമം, അടുത്ത ദൗത്യം. അതാണ്. വളരെ സന്തോഷം. ഇത്ര പെട്ടെന്നൊക്കെ ഇതിനൊക്കെ ഒരു ആൻസർ കൊടുക്കുമെന്നൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതേ ഇല്ല. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് മൈ ഡേ. ഇപ്പോൾ എൻ്റെതാണ് സമയം അല്ലേ? വളരെ സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ അസുഖം എല്ലാം പോയി. ഞാൻ ആകെ മണഗുണാഞ്ചിയാണ് കിടമണി ആകെ ചമന്ന് കുത്തിയിരുന്നതായിരുന്നു. ഇത് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഐ ആം റിയലി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ തന്നെ വേണം കിട്ടേണ്ടത്. ഇതുപോലെ ഒരു ക്യാമറയും ഉണ്ട്, ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ഈ വീട്ടിനകത്ത് കയറി കുത്തിയിരുന്നു കൊണ്ട് ആരെ അങ്ങോട്ട് അമരാവധിക്കാമെന്ന് വിചാരിക്കുന്ന രണ്ടും കെട്ട ചെന്നായി കൂട്ടത്തിന് ഇത് തന്നെയാണ് മറുപടി. പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന രംഗം കൂടെ നമ്മളൊന്ന് വീഡിയോയിൽ എടുക്കണമായിരുന്നു. മിസ്ഡ് ഇറ്റ്. എനിവേ താങ്ക് യു സോ മച്ച്. പക്ഷേ റോബിൻ ഷുഡ് താങ്ക് ടു മീ, ബിക്കോസ് ഞാനാണ് ഡീറ്റെയിൽ തന്നത്. വേറെ ആര് തന്നില്ലല്ലോ ഇത്രയും കൃത്യമായിട്ട്. നാൽവരി പാത തൊട്ട് അവൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സ്, ആ കുത്തുകല്ല് വരെ ലൊക്കേഷൻ കൃത്യമായി തന്നത് ഞാനാണ്. അത് മറന്നു പോകണ്ട. എനിവേ താങ്ക് യു സോ മച്ച്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റാണ്. കാരണം ഒന്നിലും പെടാത്ത എൻ്റെ മകനെ അവൻ്റെ അമ്മയെ അടിക്കാൻ കയറിയെന്ന്. അവൻ്റെ അമ്മയ്ക്ക് അടി കിട്ടണോ? അതിപ്പോൾ എൻ്റെ കൊച്ച് ചെയ്യത്തില്ല എന്തായാലും. കിട്ടിയില്ലേ? അതാണ്. അപ്പോൾ 5 പോലീസുകാർക്ക് ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യാൻ അറിയാമല്ലേ? എനിവേ അതൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, സെലിബ്രിറ്റികൾ വിളിച്ച് പറയുന്നതിനും സാധാരണ ഒരു സ്ത്രീ ചെന്ന് പറയുന്നതിനും ഡിഫറൻസ് ഉണ്ടാവില്ല. പോലീസുകാരെ കുറ്റം പറഞ്ഞല്ല. ആക്ച്വലി അവർക്ക് അങ്ങനെ ഒരു മെത്തേഡുണ്ട്. ബിക്കോസ് ഞാൻ ഓൾറെഡി കേസ് കൊടുത്തിരിക്കുന്നത് കോട്ടയത്താണ്. ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ അങ്ങോട്ട് കിട്ടിയാലേ അവർക്ക് അവിടെ നിന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുള്ളത് എൻ്റെ കള്ളത്തരമാണ്. എനിവേ ഭയങ്കര ഹാപ്പിനെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് റോബിൻ.